കുഞ്ഞു മക്കളൊക്കെ ഇപ്പോൾ ടെൻഷനിലും സ്ട്രെസ്സിലും ഒക്കെ ആണല്ലേ. എന്താണ് കാരണം? പരീക്ഷയൊക്കെ അടുത്തു, പരീക്ഷയൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തത്തിനോടൊപ്പം തന്നെ അവർക്ക് കഴിക്കേണ്ട ഫുഡും കൂടി നമ്മൾ പാരൻസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വളരെയധികം ന്യൂട്രീഷ്യസും കാൽഷ്യം കണ്ടൻറ്റ് കൂടുതലും അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡും പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡും വേണം നമ്മൾ കൊടുക്കാനായിട്ട്. സോ അവർ പഠിക്കുന്നത് അവരുടെ മെമ്മറിയിൽ ഇരിക്കാനും ഒക്കെ നമ്മുടെ ഈ ഫുഡ് സഹായിക്കുമെന്നുള്ളതാണ്. ചില കുഞ്ഞുങ്ങൾ പരീക്ഷ ആയതുകൊണ്ട് തന്നെ അവർ സ്ട്രെസ്സ് കാരണം ഫുഡ് കഴിക്കാണ്ടിരിക്കുക, ഫുഡ് കഴിക്കാതെ സ്കൂളിൽ പോവുക ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവർ കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ കൊടുക്കുന്ന ഫുഡിൽ ഈ രീതിയിലുള്ള കണ്ടൻസ് ഉണ്ടോ എന്ന് നമ്മൾ പാരൻസ് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതിനൊരു പേരിടാം. ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഫുഡ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പരീക്ഷ ടൈമിൽ അല്ലേ. ഫുഡ് ഫോർ ബ്രെയിൻസ് അല്ലേ. ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന ഫുഡായിരിക്കണം നമ്മൾ പാരൻസ് കുഞ്ഞുങ്ങളിൽ കൊടുക്കാനും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു മക്കളുടെ മെമ്മറിക്കും കോഗ്നേറ്റീവ് ഫങ്ഷനും ഒക്കെ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഗ്രീൻ കളേർഡ് ഫുഡ് ഐറ്റംസ്. അതായത് ഗ്രീൻ കളർ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബേക്കറി ഐറ്റംസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രീൻ കളറിലുള്ള ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഗ്രീൻ കളർ ഉള്ള ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ മെമ്മറി പവറിനും അവരുടെ കോഗ്നേറ്റീവ് എബിലിറ്റിക്കും കൂട്ടാനുള്ള പവറായിരിക്കും ഈ ഫുഡുകൾക്കുള്ളത്. അത് കുഞ്ഞുങ്ങളെ വളരെയധികം എക്സാം സമയത്ത് സഹായിക്കും. രണ്ടാമത്തത് കാൽഷ്യം അടങ്ങിയ ഫുഡ്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതായത് പാല്, മോര്, അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഫിഷസ് കൊടുക്കുക. ചെറിയ മുള്ളുള്ള ഫിഷസൊക്കെ കാൽഷ്യം കണ്ടൻറ്റ് കൂടുതലുള്ള ഫിഷസാണ്. അതെല്ലാം കുഞ്ഞുങ്ങളുടെ മെമ്മറി പവറിനെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. മൂന്നാമത് നമ്മൾ ഫുഡ് ഐറ്റംസിൽ ചെറി, അതുപോലെ തന്നെ ബെറീസ്, ഇങ്ങനത്തെ സാധനങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്യുക. നട്ട്സും കൂടി നമ്മുടെ ഫുഡ് ഡയറ്റിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടാനും അവർ പഠിക്കുന്നതൊക്കെ ഓർമ്മയായിട്ട് ഇരിക്കാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല ഇങ്ങനത്തുള്ള ഫുഡ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ പറഞ്ഞ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ കഴിക്കുകയും ചെയ്യും. അത് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടുകയും ചെയ്യും. സോ അവരുടെ എത്ര സ്ട്രെയിൻ ചെയ്തിരുന്ന് പഠിക്കുന്നു എന്നതിലല്ല, അവർക്ക് മെമ്മറിയിലും ഇതുപോലത്തെ എന്താ പറയുക പഠിക്കുന്ന കാര്യങ്ങൾ നിൽക്കണം എന്നുള്ളതാണ്. സോ മാത്രമല്ല നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്ക്രീൻ ടൈം നോ ആണ്. സോ അങ്ങനത്തെ ഒരു ശീലം നമുക്ക് ഈ പരീക്ഷാ കാലത്തെങ്കിലും നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.